കോഴിക്കോട് കുറ്റിച്ചിറയിലെ ഒരു വീട്ടിൽ പുരാവസ്തുക്കളുടെ മനോഹരമായ ഒരു ശേഖരമുണ്ട്. കുറ്റിച്ചിറയിലെ കറാനി വീട്ടിലാണ് പുരാവസ്തുക്കളുടെ ഈ കമനീയ ശേഖരം ഒരുക്കിയിട്ടുള്ളത്. നിരവധി പേരാണ് ഈ ശേഖരം കാണുവാൻ ഈ വീട്ടിലേക്ക് എത്തുന്നത്. നമുക്കും ഒന്ന് പോയി നോക്കാം. പുരാവസ്തു എന്നാൽ കുറ്റിച്ചിറ സ്വദേശിയായ അബ്ദുൾ ജബ്ബാറിന് ജീവനാണ്. ഗ്രാമഫോണുകൾ, വിവിധ തരത്തിലുള്ള റാന്തലുകൾ, നാണയങ്ങൾ, പഴമയുടെ പെരുമ വിളിച്ചോതുന്ന റേഡിയോ, ടെലിഫോൺ തുടങ്ങി നിരവധി പുരാവസ്തുക്കൾ ഇവിടെയുണ്ട്. തൻ്റെ യൗവനകാലത്താണ് പുരാവസ്തുക്കളോടുള്ള കമ്പം അബ്ദുൾ ജബ്ബാറിൽ ജനിച്ചത്. പൈസ കൊടുത്ത് വാങ്ങിയത് ക്രിസ്റ്റൽ ചിമ്മിണികൾക്കാണ്. പിന്നെ പന്നീർക്ക് പൊടിയുന്ന കുപ്പി, ഇത് രണ്ടും ഒന്നും അറിയാതെ വാങ്ങിയതാണ്. ഇപ്പം പയ്യനെ പറ്റൊന്നും അറിയില്ല, പക്ഷേ ഇതിൽ വാങ്ങി. പിന്നീട് ഇങ്ങനെ ഓരോന്ന് വാങ്ങും. എല്ലാ സാധനം ഒരുവിധം പിച്ചളുടെ സാധനം വാങ്ങാം. എന്താ വെച്ചാൽ ഇനി ഒന്നായില്ലെങ്കിലും വിറ്റാ പൈസ കിട്ടുമല്ലോ. ഇതിങ്ങനെ ആവാൻ വേണ്ടി ചെയ്തതല്ല. പിന്നെ പല ആൾക്കാരും വിൽപ്പനക്ക് ഇവിടെ അറിഞ്ഞ് കൊണ്ടുവരും. ഞാൻ വിൽക്കലില്ല, എല്ലാ സാധനം വാങ്ങും. വിൽപ്പന മരിച്ചാൽ കുട്ടികൾ വിൽക്കുന്ന ചെയ്യാം. അബ്ദുൾ ജബ്ബാറിന് എല്ലാവിധ പിന്തുണയുമായി ഭാര്യ മൈമൂനയും കൂടിയുണ്ട്. ഒറ്റ പരാതി മാത്രമേ മൈമൂനക്കുള്ളൂ. ഫുൾ സപ്പോർട്ടാണ്. അല്ല, ഇങ്ങനെ വിഷമങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞു, മെയിനായിട്ട് ഫർണിച്ചറാണ് ഭയങ്കര പ്രശ്നം. ഒരു നിറയെ എല്ലാ സാധനവും വാങ്ങിക്കൊണ്ടുവന്നുള്ളൂ. പൊട്ടതാണെങ്കിലും പൊട്ടാത്തതാണെങ്കിലും കാലൊടിഞ്ഞതാണെങ്കിലും ഒക്കെ കൊണ്ടുവന്നുള്ളൂ ഇവിടെ. ആ ഒരു പരാതി, വേറെ ഒന്നും പ്രശ്നമില്ല. ഇതിനൊക്കെ പിന്നെ ഞാൻ സപ്പോർട്ട് തന്നെയാണ്. ഈ പുരാവസ്തുക്കളെല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അബ്ദുൾ ജബ്ബാറിന്റെ വീടിന് 100 വർഷത്തിലധികം പഴക്കമുണ്ട്. 40 വർഷത്തോളമായി അബ്ദുൾ ജബ്ബാർ പുരാവസ്തു ശേഖരണം ആരംഭിച്ചിട്ട്. താല്പര്യം കണ്ടറിഞ്ഞ് അബ്ദുൾ ജബ്ബാറിന് നിരവധി സുഹൃത്തുക്കൾ പലതരത്തിലുള്ള വസ്തുക്കൾ കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. 100 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ബുദ്ധമതക്കാർ ഉപയോഗിച്ച മെഡിറ്റേഷൻ ബൗളാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. കൈരളി ന്യൂസ്, കോഴിക്കോട്.